ഒരിക്കൽ പാപാന്തകാരം ഒഴിയതിൽ ഞാൻ മരിച്ചവളായി കിടന്നു ഇടത്തു നിന്നു. ഒരിക്കൽ പാപാന്തകാരം ഒഴിയതിൽ ഞാൻ മരിച്ചവളായി കിടന്നു ഇടത്തു നിന്നു. ഉയർത്തിയ താളമെന്നെ തിരുത്തിയവൻ മുറിവുള്ള പാറയാണ് യേശുവേ. സുഭാഷിതം യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. The people who walked in darkness have seen a great light. Those who dwelt in the land of the shadow of death, upon them a light has shined. ഒരു കാലത്ത് ദൈവത്തെ സേവിച്ചിരുന്ന ദൈവജനം ജീവനുള്ള ദൈവത്തെ വിട്ടുകളഞ്ഞ് വിഗ്രഹാരാധനയിലും അശുദ്ധിയിലും മുന്നോട്ടു പോകുന്നതുകൊണ്ട് അവരെ അതിൽ നിന്ന് മോചിപ്പിച്ച് ദൈവത്തിലേക്ക് അടുപ്പിച്ച് അവർക്ക് പ്രത്യാശയും സമാധാനവും വിളംബരം ചെയ്യുക എന്നുള്ളതാണ് യെശയ്യാവിന്റെ ലക്ഷ്യം. ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കാതെയും മനം തിരിയാതെയും ജീവിക്കുന്നവർക്ക് നിശ്ചയമായും ന്യായവിധി ഉണ്ട് എന്നും വെളിപ്പെടുത്തുന്നു. അങ്ങനെയുള്ളവരുടെ അവസ്ഥ 8-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കഷ്ടതയും അന്ധകാരവും സങ്കടമുള്ള തിമിരവും കാണും. കൂരിരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും. പാപത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരുടെയും അവസ്ഥ ഇതാകുന്നു. ഇരുട്ടിൽ ജീവിക്കുന്ന ജനത്തോട് പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ യെശയ്യാവ് ദീർഘദൃഷ്ടിയാൽ പ്രവചിക്കുകയാകുന്നു. എങ്ങനെയാണ് വെളിച്ചത്തിലേക്ക് കടന്നു വരേണ്ടതെന്ന് തുടർന്ന് വെളിപ്പെടുത്തുന്നു. ലോകത്തിന്റെ വെളിച്ചവും രക്ഷിതാവുമായി പിറക്കാൻ പോകുന്ന യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചനം 6-ാം വാക്യത്തിൽ കാണാൻ കഴിയും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. പാപത്തിന്റെ അന്ധകാരത്തിൽ വസിക്കുന്ന ജനത്തിന് അത്ഭുത പ്രകാശം നൽകുന്നതിന് വേണ്ടിയാണ് യേശു കർത്താവ് മനുഷ്യാവതാരമെടുത്ത് ലോകത്തിലേക്ക് വന്നത്. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാവിന്റെ വാക്കുകൾ നിവർത്തിയായി എന്ന് മത്തായി 4:15 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് ലോകത്തിലേക്ക് വന്നത്. യേശു രക്ഷകന്റെ വാക്കുകൾ യോഹന്നാൻ 12:46 എഴുതിയിരിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. ഭൂമിയിൽ ജീവിച്ച ഒരു വ്യക്തിക്കും ഇങ്ങനെയുള്ള വാക്കുകൾ അവകാശപ്പെടുവാൻ കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, ഒരു നിമിഷം നിങ്ങളെ തന്നെ ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതം ഇരുളിലായിരിക്കുന്നുവോ അതോ പ്രകാശത്തിലോ? പൗലോസ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാലും രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചുകളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്ക. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകാതിരിക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, വെളിച്ചമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. കരുണയുള്ള പിതാവേ, ലോകത്തിന്റെ വെളിച്ചമായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അടിയങ്ങളുടെ ഇരുട്ട് നീക്കി പ്രകാശത്തിലാക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. മായ